ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. ഇന്ന് എൻ്റെ കൂട്ടുകാരത്ത് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് പെൺകുട്ടികളായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം വന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ആദ്യം ഒരു കുട്ടി സംസാരിച്ചപ്പോൾ ആ കുട്ടിയുടെ കഥകൾ കേട്ടപ്പോൾ വിഷമം തോന്നി. രണ്ടാമത്തെ കുട്ടിയുടെ കഥകൾ കേട്ടപ്പോൾ അതിലേറെ വിഷമം തോന്നി. അപ്പോൾ ഇന്നും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. നടക്കുന്നുണ്ട് എന്ന് അറിയുമ്പോഴല്ല നമുക്ക് മനസ്സിലാവുന്നുണ്ട് സമൂഹത്തിൽ പലരും പല രീതിയിലാണ്. നമ്മൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിവാഹം എന്നത് അല്ലേ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നല്ല, നമ്മൾ കാലങ്ങളായിട്ട് നടന്നു പോരുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടും കണ്ടിട്ടുമായിട്ട് ഇന്നത്തെ പെൺകുട്ടികൾ മിക്കവാറും വിവാഹം എന്നതിനോട് താല്പര്യം കാണിക്കാറില്ല. എന്തിനാ വെറുതെ നമ്മൾ സ്വയം ഇങ്ങനെ ജീവിച്ചു പോകാൻ, ജോലി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. എങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു വീട്ടിൽ കുടുംബത്തിൽ ജീവിച്ചു പോകുന്ന മക്കൾ തന്നെയാണ് അല്ലേ. അപ്പം നമ്മുടെ പെൺമക്കളെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെന്ത് ചിന്തിക്കും? അവർ സന്തോഷമായിട്ടും സമാധാനമായിട്ടും സുഖമായിട്ടും ജീവിക്കണം എന്ന് വിചാരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികൾക്കും അവരുടെ അച്ഛനമ്മമാർ ചിന്തിക്കുക അല്ലേ. എല്ലാവരും പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. നമുക്ക് യോഗവും ഭാഗ്യമൊക്കെ പോലൊക്കെ തന്നെ ഇരിക്കും. പിന്നെ നമുക്ക് ചൂ നോക്കാനൊന്നും പറ്റില്ലല്ലോ, ചക്കലല്ലോ ചൂ നോക്കാനായിട്ടെന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ പൊതുവെ പുറമേ നിന്ന് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുമത ആചാരപ്രകാരം ജാതകങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിച്ച് ജാതകങ്ങളൊക്കെ നോക്കി, അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലത്തെ കാര്യം ഞാൻ പറയുന്നത്, ജാതകങ്ങളൊക്കെ നോക്കി അതിനുശേഷം വീട്ടുകാർ പരസ്പരമൊക്കെ കണ്ട് സംസാരിക്കും. പെൺകുട്ടിയും ഇന്നിപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളുടെ വീട്ടിലേക്ക് വന്ന് വീടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് പോകുന്ന രീതിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കും. പക്ഷെ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് പല പോരായ്മകളും മനസ്സിലാവുക. നമ്മൾ കാണുന്ന രീതിയിലായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മളോട് പെരുമാറിയ രീതിയിലായിരിക്കില്ല. ഒന്നെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ അല്ലെങ്കിൽ വീട്ടുകാർ പലരെ കൊണ്ടും പല രീതിയിലുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ കൂട്ടുകുടുംബം എന്നല്ല, അണുകുടുംബങ്ങൾ തന്നെയാണ്. അച്ഛനും അമ്മയും 2 മക്കളോ അല്ലെങ്കിൽ 3 മക്കളോ അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെയൊക്കെ ജീവിച്ചു പോകുമ്പോൾ ഈ സാഹചര്യങ്ങളിലൂടെ പൊരുത്തപ്പെട്ടു പോകാനാവാതെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. ആ സമൂഹത്തെ പേടിച്ചിട്ട് നമ്മുടെ പെൺമക്കൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നാട്ടുകാരോട് എന്ത് പറയും, ബന്ധുക്കളോട് എന്ത് പറയും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, നാണക്കടല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് ചില അച്ഛനമ്മമാർ മക്കൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാലും നീ അങ്ങനെ തന്നെ ജീവിക്കുക, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ തന്നെയാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ സന്തോഷത്തിലൊന്നല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടിയെ അവിടെ തന്നെ നിൽക്കാനായിട്ട് ഉപദേശിക്കുകയും ചിലപ്പോൾ നമ്മുടെ പെൺമക്കളുടെ ജീവൻ അതോടുകൂടി അപകടത്തിലാവുകയും, ഇതെല്ലാം കഴിയുമ്പോൾ അവൻ ചിന്തിക്കുക, അയ്യോ അവളെ കൊണ്ടുവരായിരുന്നു, അല്ലെങ്കിൽ അവൾ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാമായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരുമാനം ഒത്തു പോകാൻ പറ്റില്ല വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് നല്ലത്. വേറെ ആരും അല്ലല്ലോ ചിലവിന് കൊടുക്കുന്നത്, നമ്മൾ തന്നെയല്ലേ ചിലവിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കളും ഇന്നിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങളാണ്. അവർ ജോലി ചെയ്ത് അവരുടെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കട്ടെ, നമ്മളതിലൊന്നും നാണക്കേട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് ആദ്യം സംസാരിച്ച പെൺകുട്ടിക്ക് ഭർത്താവിന് സ്നേഹമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭർത്താവുദ്യോഗം ഭരിക്കുന്ന വേറും ഒരു ഭർത്താവാണ് ആ ഭർത്താവ് കേട്ടോ. അതായത് ഭർത്താവ് ഉദ്യോഗം ഭരിക്കുന്ന ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗം അയാൾക്ക് ഭർത്താവ് എന്നുള്ള പേരിൽ മാത്രമേ ഉള്ളൂ, ബാക്കി ജോലിക്കൊന്നും പോണില്ല. അതുപോലെ നല്ലതുപോലെ മദ്യപാനമുണ്ട്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ കുട്ടി ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിവാഹം കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞു, ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, പാസ്സായി ജോലിക്കൊക്കെ പോകണമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നെ അക്കൗണ്ട്സിൻ്റെ എന്തൊരു കോഴ്സിനൊക്കെ പോയി. അതിനുശേഷം ആ സമയത്താണ് ഈ കുട്ടി ഗർഭിണിയാകുന്നത്. അങ്ങനെ പ്രഗ്നൻസി പീരീഡ് അങ്ങനെ കഴിഞ്ഞു, ഡെലിവറി ആയി. ആ ഡെലിവറി ആയതിനു ശേഷം ആ കുട്ടിക്ക് അധിക പ്രായമാവുന്നതിന് മുൻപ് തന്നെ രണ്ടാമതൊരു കുട്ടിയായി. പക്ഷേ ഈ കുട്ടി ഭർത്താവിൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും, കാരണം അവരുടെ വീട്ടിൽ ജീവിച്ച് വളർന്ന ചിട്ടകൾ അനുസരിച്ച്
ആ കുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ നന്നായിട്ട് പെരുമാറി നന്നായി ജീവിച്ചു പോകുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് അമ്മായിമ്മപ്പോര് ഒരുപാടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഭർത്താവാണ് ഭർത്താവ്. കാരണം അദ്ദേഹം ഭർത്താവുദ്യോഗം എന്ന ഒരു ഉദ്യോഗത്തിൽ മാത്രം ആയതുകൊണ്ട്, വേറെ ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് വീട്ടിലൊന്നും പറയാനുള്ള വോയിസ് ഇല്ല. കാരണം ജീവിതത്തിൽ വീട്ടിലെ ചിലവുകളാണെങ്കിലും ഭാര്യയുടെ ചിലവുകളാണെങ്കിലും കുട്ടികളുടെ ചിലവുകളാണെങ്കിലും എല്ലാം ചെയ്യുന്നത് ഇയാളുടെ അച്ഛനമ്മമാരാണ്. അപ്പോൾ ഇയാൾക്ക് പറയാൻ ഒരു വോയിസും ഇല്ല. അമ്മയ്ക്കും ജോലിയുണ്ട്, അച്ഛനും ജോലിയുണ്ട്. അങ്ങനെ അവർ നന്നായിട്ട് ജീവിച്ചു തരക്കേടില്ലാത്ത രീതിയിൽ സാമ്പത്തികമൊക്കെ ഉള്ള വീട് തന്നെയാണ്. പിന്നെ വേറെ മക്കളൊന്നുമില്ല, ഇയാളൊരു മകൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അയാൾക്ക് ഇനി ഒരു വീട് ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ വേറെ പോകണമെന്നോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അയാൾ വീട്ടിൽ. അപ്പോൾ ഈ കുട്ടിക്ക് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു എൻ്റെ വീട്ടിലേക്ക് പോയാൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ കുഴപ്പമൊന്നുമില്ല, 2 കുട്ടികളുണ്ട് വെച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ പോണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നിടത്തോളം ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറയുകയാണ് ഈ കുട്ടി. കാരണം 2 കുട്ടികളായി, എൻ്റെ ഭർത്താവാണ്, എന്തൊക്കെ ആയാലും എങ്ങനെയൊക്കെ ആയാലും എനിക്ക് എൻ്റെ ഭർത്താവിനോട് ഇഷ്ടമാണ് എന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പം ചിലർ ചോദിക്കും, ഇങ്ങനെ കുടിയനായ ഒരാൾ അല്ലെങ്കിൽ 5 പൈസ ചിലവിന് തരാത്ത ഒരാൾ ഇങ്ങനെ വീട്ടിൽ ഭർത്താവിൻ്റെ അമ്മടുത്ത് നല്ല പോരൊക്കെ ആയിട്ട് വീട്ടിലെല്ലാ പണികളും ചെയ്ത് ജീവിക്കണേക്കാൾ ഭേദം അവനവൻ്റെ വീട്ടിൽ പോയി ജീവിച്ചൂടെ എന്ന് പലരും ചോദിക്കും. പക്ഷേ ആ കുട്ടിക്ക് ഭർത്താവിനോടുള്ള ഇഷ്ടം മാറ്റി വെക്കാനും പറ്റണില്ല. എന്നാൽ ഭർത്താവ് വേറെ ഉപദ്രവമൊന്നുമില്ല, മദ്യപിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ പറഞ്ഞിട്ട് കാര്യം വേറെ ഉപദ്രവമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് വിട്ടുപോകാനും തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേറ്റ്, ഇപ്പോൾ ആ കുട്ടിക്ക് ജോലിക്ക് പോകുന്നുണ്ട്, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് ചേർത്തു, ആ കുട്ടി ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പണികളെല്ലാം ചെയ്ത് കുട്ടികളെയൊക്കെ ഒരുക്കി, കുട്ടികൾക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒരുക്കി കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത്. അതുപോലെ തന്നെ വൈകിട്ട് വന്നു കഴിഞ്ഞാലും ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് പഠിപ്പിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ച്, ചെറിയ ക്ലാസ് ആണെങ്കിലും പഠിപ്പിച്ച് കൊടുക്കണമല്ലോ. അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം കറി വയ്ക്കാനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ച് അതിനൊക്കെ ശേഷം അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ആ കുട്ടി രാത്രി ഉറങ്ങാനായിട്ട് കിടക്കുന്നത്. അപ്പോൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടി ജീവിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കണം. ആ കുട്ടിയുടെ വീട്ടുകാരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ചിന്തിക്കണം. ചിലപ്പോൾ മുഴുവനായിട്ട് ആ കുട്ടി വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, എങ്കിലും അവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അറിയാലോ. അപ്പം ഇതൊരു കുട്ടിയുടെ കഥ. രണ്ടാമതൊരു കുട്ടി എന്നോട് സംസാരിച്ചത് വേറൊന്നുമല്ല, ആ കുട്ടിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് അമ്മ മകനാണ്. അമ്മ പറഞ്ഞതിലപ്പുറം ഒരടി അങ്ങോട്ട് വെക്കില്ല. അമ്മ പറഞ്ഞതിലപ്പുറം ആ ഭർത്താവ് ചിലപ്പോൾ ഇന്ന് ഊണ് കഴിക്കണ്ട, ഇന്ന് മൂത്രം ഒഴിക്കണ്ട എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കാതെ നിൽക്കുന്ന ഭർത്താവാണ്. ജോലിയുണ്ട് ഭർത്താവിന് ജോലി ഉണ്ടായിട്ട് കാര്യമില്ല. ശമ്പളം കിട്ടുന്ന ദിവസം അത് വന്ന് അമ്മയെ ഏൽപ്പിക്കണം. അതുപോലെ തന്നെ ഭാര്യയായിട്ട് പുറത്ത് പോകാൻ പാടില്ല, ഭാര്യയോട് സംസാരിക്കാൻ പാടില്ല, ഭാര്യയ്ക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ എന്തിനാ കല്യാണം കഴിച്ച് പോയി അവനവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ അവനവൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാൽ അവരത് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരികച്ചാൽ വേണ്ട സാധനങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ട് പോവും. അങ്ങനെ ആ കുട്ടി അപ്പോൾ കല്യാണം കഴിഞ്ഞാലും ആ കൂട്ടർ കാര്യങ്ങൾ നോക്കുന്നത് ആ കൂട്ടർ വീട്ടുകാരാണ്. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, കല്യാണം കഴിഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ കുട്ടി വീട്ടിലെ പണികളെല്ലാം ചെയ്യണം, അടിക്കണം, തുടയ്ക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഭർത്താവിന് പോകുമ്പോൾ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, ജോലി ഉണ്ടല്ലോ, അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് എങ്ങാനും ഈ കുട്ടിയും ഭർത്താവും കൂടിയിട്ട് റൂമിലൊന്ന് സംസാരിച്ചിരിക്കുക. ഭർത്താവിന് നല്ല സ്നേഹമൊക്കെ ഉണ്ട്, കാരണം ഭാര്യയോട് ഇഷ്ടമൊക്കെ ഉണ്ട്. ഭാര്യയോട് റൂമിൽ വന്ന് സംസാരിച്ചിരിക്കുകയെന്ന് വെച്ചാൽ അമ്മ വിളിച്ച് കഴിഞ്ഞാൽ ആ നിമിഷം പോകും ഭർത്താവ്, പിന്നെ വരില്ല. അതുപോലെ അമ്മയ്ക്ക് എവിടെ പോകണമെങ്കിലും എന്തിനു പോകണമെങ്കിലും ഈ മകൻ കൊണ്ടുപോകണം. പക്ഷെ മകൻ്റെ ഭാര്യ എവിടേക്കും കൊണ്ടുപോകാനായിട്ട് പാടില്ല. അതുപോലെ ഇത്ര മണിക്ക് വീട്ടിലെത്തണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടാവണം. ഇന്ന് നീ ഊണ് കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ ഊണ് കഴിക്കാതിരിക്കണം. അതുപോലെ തന്നെ എന്താവശ്യങ്ങളുണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഈ മകൻ ചിലവാക്കിയിട്ട് ചെയ്യണം. അതായത് കുടുംബത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ഭാര്യയ്ക്കൊന്നും ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമയാണ് അവിടെ, അടിമ, ശമ്പളം ഇല്ലാത്ത ഒരു വേലക്കാരി. ഭാര്യയ്ക്ക് ജോലി കിട്ടി, ആ കുട്ടി വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയായിരുന്നു, ജോലി കിട്ടി, ആ കുട്ടീനെ ജോലിക്ക് വിട്ടില്ല. ഇപ്പോൾ ജോലി നോക്കുകയല്ല വേണ്ടത്, കാരണം ഇപ്പം നിങ്ങൾ ജീവിക്കണം, അതിന് ശേഷം 4-5 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോലി നോക്കാം എന്നുള്ളതാണ് അത്ര പറഞ്ഞത്. അപ്പോൾ
ഇങ്ങനെ രണ്ട് പേരുടെ ജീവിതം കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ ഭർത്താവ് ഉദ്യോഗം ഭരിക്കുന്ന പുരുഷനും അതുപോലെ അമ്മ മകനായ പുരുഷനും വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? മറ്റുള്ളവരുടെ മുൻപിൽ നല്ല രീതിയിൽ നല്ല ജോലിക്കാരാണ്, നല്ല കാര്യങ്ങളാണ്, നല്ല കുടുംബമാണ്, തറവാട്ട് മഹിമുണ്ട്, ഇതെല്ലാം ആയി വിവാഹം ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ജീവിതം ജീവിക്കുന്നതിനൊക്കെ ഭേദം തങ്ങളുടെ പെൺമക്കൾ വിവാഹം കഴിക്കാതെ തങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേരുണ്ടായിരിക്കും ഇങ്ങനെ ജീവിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് അറിയാം, ഇങ്ങനെയുള്ള കുട്ടികൾ ജീവിതത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പിടിച്ചു നിൽക്കും. അപ്പോൾ ചിലപ്പോൾ വീട്ടിലൊന്നും പറയില്ല, വിവരങ്ങളൊന്നും പറയില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് മാനസികമായിട്ട് അവർക്ക് വെറുപ്പ്, ജീവിതത്തോട് വെറുപ്പ്, മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ദേഷ്യം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും? മറ്റുള്ളവരെന്ത് ചോദിച്ചാലും എടുത്തടിച്ച പോലെ മറുപടി പറയുക, അല്ലെങ്കിൽ ഒരു തറുതല പറയുന്ന രീതി, മറ്റുള്ളവരെ കണ്ടാൽ ചെറുക്കില്ല, മിണ്ടില്ല, മുഖം കയറ്റി പിടിക്കുക. അപ്പോൾ എല്ലാവരും ചിന്തിക്കും, ഇത് എന്തൊരു പെണ്ണാ, അല്ലെങ്കിൽ ഇങ്ങനൊരു പെണ്ണ് എന്താ, ഇത് വെറുതെ അല്ല, ഇതിൻ്റെ സ്വഭാവം ഇങ്ങനെയായിട്ട് തന്നെയാണ് ഇങ്ങനെയെന്ന് ചിന്തിക്കും. പക്ഷെ ആ കുട്ടി ആ അടിമത്തത്തിൽ ഇങ്ങനെ അടിച്ചമർത്തി ജീവിച്ചിട്ട് തൻ്റെ ഒരു സ്വാതന്ത്ര്യമില്ലാതെ ജീവിച്ചുകൊണ്ട് തനിക്ക് ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത രീതിയിൽ ജീവിക്കുമ്പോൾ, കാരണം ഭർത്താവിനോട് മിണ്ടാൻ പാടില്ല, തൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനായിട്ടില്ല, അവനവൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അടിച്ചമർത്തിയാണ് ജീവിക്കുമ്പോൾ തൻ്റേതായ പ്രശ്നങ്ങൾ ഒരാളോടും പറയാൻ പറ്റില്ല, അവനവൻ്റെ വീട്ടിലേക്ക് 4 ദിവസം നിൽക്കാനായിട്ട് വിടില്ല. അങ്ങനെ 4 ദിവസം നിൽക്കാനായിട്ട് വന്നാൽ ഒന്നുമില്ലെങ്കിൽ തൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ പറയാം. അവിടെ നിന്നിട്ടല്ലേ ഫോൺ ചെയ്യാൻ പറ്റാത്തുള്ളൂ, ഇവിടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും പറ്റാതെ അടിച്ചമർത്തി മനസ്സിൽ ഇങ്ങനെ എല്ലാ സങ്കടവും ദേഷ്യവും വൈരാഗ്യമൊക്കെ ഇങ്ങനെ അടിച്ചമർത്തി വെച്ചിട്ട് ആ കുട്ടി മറ്റുള്ളവരോട് പരുഷമായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ ശരിക്കും ആദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളും ചിന്തിക്കും, ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എന്താ ഈ കുട്ടി ഇങ്ങനെ പെരുമാറണത് എന്ന്. നമ്മളും ചിരിച്ചാലേ ചിരിക്കില്ല, അഥവാ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തടിച്ച പോലെ മറുപടി പറയുക. അപ്പോൾ ഞാൻ വിചാരിക്കും ചിലർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള കുട്ടികളെ ഞാൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുട്ടികളാണ് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, ഈ കുട്ടിയുടെ മാനസിക വിഷമം ഒരാളോട് പറയാൻ പറ്റാതെ, ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ അങ്ങനെ ജീവിച്ച് ആ കുട്ടി അങ്ങനെ ആയിപ്പോയി. അപ്പോൾ മറ്റുള്ളവരോട് കാണുന്നത് തന്നെ ആ കുട്ടിക്ക് ദേഷ്യമാണ്, മറ്റുള്ളവരെ കാണുന്നത് ദേഷ്യം, മിണ്ടുന്നത് ദേഷ്യം, എന്തെങ്കിലും പറയുന്നത് ദേഷ്യം, അങ്ങനെ അനുഭവിച്ച് നിൽക്കുകയാണ് ആ കുട്ടി കേട്ടോ. അപ്പോൾ ആ കുട്ടിയുടെ കുഴപ്പമില്ല, കുട്ടിയുടെ ജീവിതത്തിലെ അനുഭവം കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ പക്ഷെ കാണുന്നവർക്ക് എല്ലാവർക്കും ദേഷ്യം വരും, വൈരാഗ്യം വരും, നമുക്കൊക്കെ തോന്നും അങ്ങനെയാണ്. അപ്പോൾ ഈ 2 കുട്ടികളും 2 പേരുടെയും അവസ്ഥകൾ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ മറ്റേ വ്യക്തിക്ക് ജോലിക്ക് പോകാനും അതുപോലെ ഭർത്താവ് നന്നായി പെരുമാറാനും കുഴപ്പമില്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരോട് ചിരിച്ച് പെരുമാറാനും വർത്തമാനം പറയാനും ബുദ്ധിമുട്ടില്ല, നന്നായി പെരുമാറും. ഈ കുട്ടിക്ക് പക്ഷെ അതില്ല. കാരണം ഭർത്താവിനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാനോ ഒന്ന് ജോലിക്ക് പോകാനോ ഉള്ള സാഹചര്യം ഇല്ല. അതായത് തൊട്ട വീട്ടുകാരോട് പോലും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞാലോ. അപ്പോൾ അതുകൊണ്ട് തൊട്ട വീട്ടുകാരായിക്കോട്ടെ ബന്ധുക്കൾ വന്നാൽ പോലും ആ കുട്ടിക്ക് മിണ്ടാനുള്ള അവകാശമില്ല. അപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റില്ല, സംസാരിച്ചാലല്ലേ ഏതാന്നുള്ളത് പുറത്തു പോവുള്ളൂ. അപ്പോൾ അതിനുള്ള നടപടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ചിന്തിക്കും, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ അമ്മായിമ്മ പോര് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ടില്ല. അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ ജീവിതം. പരസ്പരം നമ്മുടെ വീട്ടിലേക്ക് വന്ന പെൺകുട്ടിയാണെങ്കിൽ പോലും, നമ്മുടെ മകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരി ആണെങ്കിൽ പോലും സ്വഭാവത്തിൽ 2 പേരും വൈരുദ്ധ്യം ഉണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ മകളാണെങ്കിൽ പോലും ചിലപ്പോൾ ചെയ്യുന്ന പ്രവർത്തികൾ നമുക്ക് ഇഷ്ടാവില്ല. അപ്പം നമ്മളത് ദേഷ്യപ്പെടും അല്ലെങ്കിൽ പറയും. പക്ഷെ വന്നൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ആ കുട്ടിയുടെ പെരുമാറ്റം നമുക്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തികൾ നമുക്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അത് എന്ന് വെച്ചിട്ട് നമ്മളവിടെ തല്ലുകൂടല്ലോ, അഡ്ജസ്റ്റ് ചെയ്യുക, അത് ഇങ്ങനെയാണ് കേട്ടോ, അല്ലെങ്കിൽ അത് ഇന്ന മാതിരിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ കുട്ടി അത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അല്ലെങ്കിൽ പരസ്പരം 2 കൂട്ടരും കൂടിയിട്ട് ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അമ്മായിയമ്മ മരുമകൾ ആയിട്ടിരിക്കുമ്പോഴും കേട്ടോ. പിന്നെ ഒരാൾ ഏതുനേരം മുഖം കയറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ മറ്റേ ആൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയുക, ദേഷ്യപ്പെടണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ തുറന്ന് പറയാം. നീ അതിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ ചെയ്ത് ശരിയായില്ല കേട്ടോ, അതിങ്ങനെ ചെയ്താൽ മതി കേട്ടോ, അതിങ്ങനെ ചെയ്തോളൂ,
അങ്ങനെ അങ്ങനെ പറയണോണ്ട് കുഴപ്പമില്ലല്ലോ. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് അറിയാത്തതാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കും സാധാരണ കുട്ടികൾ. അപ്പോൾ ചിലവർ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്തവരും ശ്രദ്ധിക്കാത്തവരും ഉണ്ടാവും, അതല്ല പറയുന്നത്. പക്ഷെ നമ്മളത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അത് മനസ്സിലാക്കി ചെയ്തു. അപ്പോൾ രണ്ട് കൂട്ടരും തമ്മിൽ അവിടെ വൈരാഗ്യമില്ല, അതായത് ദേഷ്യമില്ല. പിന്നെ എത്രയൊക്കെ ആയാലും രണ്ട് വ്യക്തികളല്ലേ, രണ്ട് വ്യക്തികളുടെയും രണ്ട് തരത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കാം, രണ്ട് തരത്തിലുള്ള പെരുമാറ്റമായിരിക്കാം. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. തീരുമാനം പറ്റില്ല വെച്ചാൽ പിന്നെ വേറെ വീടെടുത്ത് ജീവിക്കുക, അത്രേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇതിൽ ആദ്യത്തെ കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ വേറെ വീടെടുത്ത് ജീവിക്കില്ല. കാരണം അയാൾക്ക് ആ വീട് അയാൾക്കുള്ളതാണെന്ന് ആൾക്ക് അറിയാം, വേറെ മക്കളില്ല. അപ്പോൾ വേറെ വീടെടുത്ത് പോകാനായിട്ട് അയാൾ ശ്രമിക്കണില്ല. അപ്പോൾ ഈ കുട്ടി അത് അനുഭവിച്ച് നിൽക്കാൻ തന്നെ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് ജീവിച്ച് പോവച്ചപ്പോൾ അതന്നെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ അവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ അമ്മായിമ്മ പോരുണ്ടായിരിക്കാം, കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അനുഭവിച്ച വ്യക്തികളുണ്ടാവും. അതായത് ഈ ഇതിന് മുൻപത്തെ കാലഘട്ടങ്ങളിലുള്ളവരൊക്കെ അങ്ങനെയൊക്കെയാണ്, മിക്കവരും അങ്ങനെയാണ്. 100-ൽ 50% ഉണ്ടാവും. 50% അമ്മായിമ്മ പോരൊന്നുമില്ലാതെ നന്നായി പെരുമാറുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അമ്മായിമ്മ പോര് കിട്ടി വളർന്ന മരുമക്കളാണെന്നുണ്ടെങ്കിൽ അവർ പ്രായമായിട്ട് വരുമ്പോൾ അവർ ചിന്തിക്കണം, ഞാനിങ്ങനെ എൻ്റെ അമ്മായിമ്മയുടെ അടുത്ത് നിന്ന് എനിക്ക് ഇത്ര അങ്ങനെയൊക്കെ പോരുണ്ടായതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്ന മരുമകളേനെ എൻ്റെ മകളായിട്ട് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ അംഗമായിട്ട് ഞാൻ കണക്കാക്കിയിട്ട് ഞാൻ പോരെടുക്കില്ല എന്നുള്ളത് ചിന്തിച്ച് പെരുമാറുന്നവരുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കേട്ടോ. നല്ല ഫ്രണ്ട്സിനെ പോലെ, അമ്മായിമ്മയും മരുമകളാണെങ്കിലും നല്ല ഫ്രണ്ട്സിനെ പോലെ ജീവിക്കുന്നവരുണ്ട്. എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മളൊരു സാധനം ഓർഡർ കൊടുത്തു അത് വന്നു കാണിച്ചു, ആ കുട്ടി ഒരു സാധനം ഓർഡർ കൊടുത്തു വന്ന് കാണിച്ചു, അതൊക്കെ തന്നെയല്ലേ ഒരു സന്തോഷം അല്ലേ. അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. ഇല്ലെങ്കിൽ പോലും 1 or 2 ഇതിന് അപവാദമായിട്ട് ഇങ്ങനെയുള്ള അമ്മായിമ്മമാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് പക്ഷെ അവരുടെ പെൺമക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺമക്കൾ നന്നായിട്ട് പോയിട്ട് ജീവിക്കണം എന്നുള്ളത് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ പറയും, നീ ആ തള്ളയുടെ കൂടെ നിൽക്കണ്ട, അങ്ങനെ തന്നെ പറയുക, ഇതേ ഭാഷ ഉപയോഗിക്കുക. നീ ആ തള്ളയുടെ കൂടെ നിൽക്കണ്ട, ആ തള്ളയുടെ മകൻ തന്നെ കല്യാണം കഴിച്ചു വെച്ചിട്ട് നീ ഇതൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല, നീ ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വളർന്നതാണ്, നിനക്ക് ഇവിടെ വന്നാൽ സുഖസുന്ദരമായിട്ട് ജീവിക്കാം, നീ ഇങ്ങോട്ട് പോകുന്നോ പറയും. പക്ഷെ അതേ അമ്മ തന്നെയാണ് ഈ മരുമകളോട് ഇങ്ങനെ പെരുമാറുന്നത് കേട്ടോ. അപ്പോൾ മകൾക്ക് മകളുടേതായ രീതിയിലും മരുമകൾക്ക് വേറെ രീതിയും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വേണ്ട. നമ്മുടെ വീട്ടിൽ മകളാണെങ്കിലും മരുമകളാണെങ്കിലും നമുക്ക് ഒരുപോലെ തന്നെ പെരുമാറി പോവാം. മകളോടാണെങ്കിലും നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, മരുമകളോടാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ തന്നെയാണ് ജീവിതം. അല്ലാത്ത രീതിയിലുള്ള, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവ് ഉദ്യോഗം ഭരിക്കുന്ന പുരുഷനാണെങ്കിലും അമ്മ മകനായി വളരുന്ന പുരുഷനാണെങ്കിലും വിവാഹം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വേറൊരാളെ കൂടി ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ മാനസികമായി ഇതുപോലെ പെരുമാറുന്നതിനേക്കാളും ഭേദം ഒരു ജീവിതം നശിപ്പിക്കാതിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ വിവാഹം ചെയ്യാതിരിക്കില്ല ഇതിനൊക്കെ ഭേദം. അമ്മയ്ക്ക് മരുമകളുടെ അടുത്തേക്ക് മകൻ പോണത് ഇഷ്ടമില്ല, അല്ലെങ്കിൽ മിണ്ടാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, ഒന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല, പിന്നെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് കുട്ടികളുടെ കാര്യങ്ങളും അറിഞ്ഞപ്പോൾ എനിക്കത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം തോന്നി. കാരണം ഇന്നും സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതിന് ഉദാഹരണങ്ങൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട് അല്ലേ. വിസ്മയ, ഉത്ര, അതുപോലെ തന്നെ പലരെയും ഇതിനിപ്പോൾ അടുത്ത് തന്നെ നമ്മൾ പലതും കണ്ടിട്ട് പട്ടിണിക്ക് ഇട്ടിട്ട് ഭക്ഷണം കിട്ടാതെ എത്രയോ ദിവസങ്ങളായിട്ടുള്ള അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതും ഈ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് കണക്ക് പറയുന്ന പറഞ്ഞത്. അപ്പോൾ ഓരോ നേരം, അതായത് നമ്മളിപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനടക്കം കണക്ക് പറയുന്ന പറഞ്ഞത്. അപ്പോൾ ചെയ്യുന്ന ജോലിക്കുള്ള ഭക്ഷണം മതി എന്നൊക്കെ പറയത്ര. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുള്ളവരുണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ ഇപ്പോഴും സമൂഹത്തിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ആരോടും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിലൂടെ ജീവിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അതൊന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.